നമസ്കാരം. റെസ്റ്റോറൻറ്റുകളുടെ അടുക്കള എന്ന് പറയുന്നത് ബിസിനസിന്റെ ലാഭത്തിന്റെ ഒരു പ്രധാന ഘടകമാണ്. അടുക്കളകളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ ഒരുപാട് ലാഭം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. ഇത് പല സമയത്തും ബിസിനസ് ഉടമ അറിയാതെ പോകുന്ന ഒരു പ്രധാന ഏരിയയാണ് അടുക്കള എന്ന് പറയുന്നത്. അവര് കൂടുതൽ ബിസിനസ്സുകളെ വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ പുതിയ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും നിലവിലുള്ള കസ്റ്റമറെ കൂടുതൽ നിലനിർത്താനുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രം ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അടുക്കള എന്ന് പറയുന്നത് ബിസിനസിന്റെ ലാഭം നേടാനുള്ള ഭാഗമാണോ എന്നുള്ളത് ചിന്തിക്കാറില്ല. അവിടെ നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് ഒരു വ്യക്തിയെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അവിടുത്തെ ഹെഡ് ഷെഫായിരിക്കാം അല്ലെങ്കിൽ കുക്കായിരിക്കാം അവിടുത്തെ കാര്യങ്ങളെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ ഒരു 3 കാര്യങ്ങളുണ്ട്. അതിൽ ഈ 3 കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അടുക്കളയിൽ നിന്ന് നല്ലൊരു ലാഭം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഒന്ന് നമ്മളുടെ പർച്ചേസ് ആണ്. അടുക്കളയിലേക്ക് നേരിട്ട് വരുന്ന ഉൽപ്പന്നങ്ങളാണ് പർച്ചേസിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വരുന്നത് അടുക്കളയിലേക്കാണ് വരുന്നത്. അപ്പൊ ഈ പർച്ചേസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെ ഭൂരിഭാഗവും ഇവിടെ പർച്ചേസ് ചെയ്യപ്പെടുന്നത് ഈ കുക്കിന്റെയോ അല്ലെ ഷെഫിന്റെയോ തീരുമാനത്തിനനുസരിച്ചായിരിക്കും. ഏത് ബ്രാൻഡ് വാങ്ങണം, ഏത് ക്വാളിറ്റിയിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ഈ കുക്കായിരിക്കാം അല്ലെങ്കിൽ ഒരു ഷെഫായിരിക്കാം തീരുമാനിക്കുന്നത്. അപ്പൊ ഇതിന് നമുക്ക് ഒരു ക്രൈറ്റീരിയ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്ക് ഏത് നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ നമ്മളുടെ റെസ്റ്റോറന്റിന്റെ അടുക്കള മാനേജ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവേണ്ടത് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഈ പർച്ചേസ് ചെയ്യുന്ന രീതികൾ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ഉൽപ്പന്നം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 3 വെണ്ടേഴ്സിൽ നിന്നെങ്കിലും നമ്മൾ മിനിമം അതിന്റെ ക്വാളിറ്റി, പ്രൈസ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവ് നേടിയിരിക്കണം. ഇങ്ങനെ അറിയാതെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റിയിൽ നമുക്ക് വീഴ്ചകൾ സംഭവിക്കാം, അതേപോലെ പ്രൈസിങ്ങിൽ നമുക്ക് വർധനവ് സംഭവിക്കാം. ഈ 2 കാര്യങ്ങളും നമ്മുടെ ബിസിനസിന്റെ ലാഭത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. ലാഭം നേടുന്നതിനെ നമ്മളെ തടയും. അതുകൊണ്ട് പർച്ചേസിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെണ്ടേഴ്സിനെ നമ്മൾ 3 വെണ്ടേഴ്സിനെയെങ്കിലും മിനിമം നമ്മുടെ പർച്ചേസിന്റെ സമയത്ത് സമീപിക്കുകയും അവരുടെ പ്രൈസിങ്ങും ക്വാളിറ്റിയും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് വെണ്ടേഴ്സിൽ നിന്നാണോ ഏറ്റവും പ്രൈസിങ്ങിൽ ഏറ്റവും കുറവും എന്നാൽ ക്വാളിറ്റിയിൽ ബെറ്റർ ആയിട്ടും കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ താരതമ്യം ചെയ്ത് നോക്കിയതിനു ശേഷം പർച്ചേസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഈ കിട്ടുന്ന ഡിസ്കൗണ്ട് പ്രൈസ് അല്ലെങ്കിൽ കുറഞ്ഞു കിട്ടുന്ന പ്രൈസുകൾ നമ്മുടെ ലാഭത്തിലേക്ക് കൂട്ടിവെക്കാനും നമുക്ക് കഴിയും. അതേപോലെ തന്നെയാണ് നമ്മുടെ റെസിപ്പികൾ. ഈ റെസിപ്പികളിൽ ശ്രദ്ധ ചെലുത്തിയിട്ടില്ല എങ്കിൽ അമിതമായിട്ടുള്ള മെറ്റീരിയലുകൾ ചെലവഴിക്കപ്പെടുകയും കൂടുതലായിട്ട് വേസ്റ്റ് ആയി പോവുകയും ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. കാരണം ഈ പോർഷൻസ് ഒക്കെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന പോർഷൻസുകളിലൊന്നും കൃത്യത പുലർത്തില്ല. ഒരു കൃത്യമായിട്ടുള്ള ഒരു മെഷർമെന്റിലായിരിക്കില്ല ഇത് കസ്റ്റമറുടെ മുമ്പിലേക്ക് പോകുന്നത്. അപ്പൊ കസ്റ്റമർക്ക് ആ കഴിക്കാൻ കഴിയുന്നതിന്റെ എത്രയോ കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ കൊടുത്തുകൊണ്ട് ഇത് വേസ്റ്റിലേക്ക് പോകുന്നത് പല സമയത്തും നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പോർഷനുകളെ കൃത്യമായിട്ടുള്ള നിലവാരത്തിൽ നിലനിർത്താതെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഫുഡ് കോസ്റ്റ് വളരെ കൂടുതലായിട്ട് വരുന്നത് കാണാറുണ്ട്. ഇത് കമ്പനിയെ നഷ്ടത്തിലേക്ക് കൊണ്ടുപോകും. ഇപ്പൊ ഫുഡ് കോസ്റ്റിംഗിൽ വരുന്ന കുറവുകൾ, ഫുഡ് കോസ്റ്റ് നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്നത് ഇതിന്റെ പോർഷൻസുകളുടെ അളവുകളിൽ കൃത്യത വരുത്തുകയും കസ്റ്റമർക്ക് കഴിക്കാൻ കഴിയുന്ന അത്രയും ക്വാണ്ടിറ്റി മാത്രം കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി നമ്മൾ പിന്തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കോസ്റ്റിൽ ഒരുപാട് നമുക്ക് ലാഭിക്കാൻ കഴിയും. അത് നമ്മുടെ ലാഭത്തിലേക്ക്, നമ്മുടെ റെസ്റ്റോറന്റ് ബിസിനസ് ലാഭത്തിലേക്ക് നമുക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും കഴിയും. ഇതേപോലെ തന്നെയാണ് വേസ്റ്റേജ്. നമ്മുടെ ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ പച്ചക്കറി അല്ലെങ്കിൽ മീറ്റ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളൊക്കെ വരുന്ന സമയത്ത് കട്ടിങ്ങിലൊക്കെ വരുന്ന വേസ്റ്റുകൾ വളരെ കൂടുതലായിട്ട് പല റെസ്റ്റോറന്റ് അടുക്കളകളിലും നമ്മൾ കാണാറുണ്ട്. ഇത്തരത്തിലുള്ള വേസ്റ്റേജുകൾ നമ്മൾ കുറയ്ക്കുന്നതോടുകൂടി ഈ വേസ്റ്റ് അല്ലാത്തതും നല്ല ഉൽപ്പന്നങ്ങൾ വേസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നമ്മൾ പോർഷനുകൾ വിളമ്പി തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായ അത്രയും ക്വാണ്ടിറ്റി സെർവ് ചെയ്യാൻ കിട്ടില്ല. അവിടെ നമുക്ക് നഷ്ടം സംഭവിക്കും. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് വേസ്റ്റേജുകൾ മാക്സിമം കുറച്ചുകൊണ്ട് വരുന്ന സമയത്ത് നമുക്ക് പോർഷൻസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും അതിൽ നിന്ന് ലാഭം നേടിയെടുക്കാനും വേണ്ടി നമുക്ക് കഴിയും. ഇതുപോലെ തന്നെയാണ് പ്രൊഡക്ഷനിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രൊഡക്ഷനിൽ ഗ്യാസ്, അതേപോലെ ഇലക്ട്രിസിറ്റി, വാട്ടർ തുടങ്ങിയ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ മിതത്വം പാലിച്ചുകൊണ്ട് ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. ഇല്ല എങ്കിലുള്ള പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ ഈ യൂട്ടിലിറ്റി എക്സ്പെൻസുകളൊക്കെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും. ഇത് മന്ത്ലി നമ്മൾ ഒരു വലിയ എമൗണ്ട് കൊണ്ട് അടക്കേണ്ടി വരുന്ന സമയത്ത്
ഈ ബിസിനസ്സിലെ ലാഭത്തിൽ വളരെ വലിയ കുറവാണ് സംഭവിക്കുക. അപ്പൊ നമ്മൾ ഇത് വളരെ സൂക്ഷിച്ച് നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ, വളരെ കൃത്യതയോടെ നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കോസ്റ്റുകൾ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ റെസ്റ്റോറന്റ് ബിസിനസ്സിലെ അടുക്കളകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് ലാഭം നേടിയെടുക്കാനുള്ള അവസരങ്ങളുണ്ട്. നിങ്ങളുടെ അടുക്കള കൃത്യമായിട്ട് നിങ്ങൾ നിരീക്ഷിക്കുകയും അവിടെ ഏതൊക്കെ ചെലവുകളെ നമുക്ക് കുറയ്ക്കാൻ കഴിയും എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയും വെണ്ടേഴ്സിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുക്കളയിൽ നിന്ന് തന്നെ നല്ലൊരു ലാഭം നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. താങ്ക് യു.